ചെയർമാൻ പ്രൊഫസർ CP റോയ് സാറ്, നമ്മുടെ വിശിഷ്ടാതിഥിയായി ഇവിടെ കടന്നു വന്നിരിക്കുന്ന ബഹുമാനായ ശ്രീ സോഹൻ റോയ് സാറ്, മുല്ലപ്പെരിയാർ സമരസമിതിയുടെ ജീവാത്മാവും പരമാത്മാവുമായ ബഹുമാനായ രക്ഷാധികാരി ഫാദർ ജോയ് നിരപ്പേൽ ഈ സമര പോരാട്ടത്തിന്റെ ഭാഗമായി നിൽക്കുകയും അതോടൊപ്പം ബഹുമാനായ ശ്രീ സോഹൻ റോയിയുടെ ഈ ഡോക്യുമെന്ററി പ്രകാശനത്തിനും നമ്മുടെ ഈ പ്രദർശനത്തിനുമായി ഇന്നിവിടെ എത്തിയിരിക്കുന്ന നല്ലവരായ സമരസമിതിയുടെ സഹകാരികളെ, സഹപ്രവർത്തകരെ, ജപ്പാത്തിലെ നല്ലവരായ സുഹൃത്തുക്കളെ, വളരെ അഭിമാനത്തോടു കൂടിയാണ് മുല്ലപ്പെരിയാർ സമരസമിതി ഈ സന്ധ്യയിൽ ഇവിടെ യോഗം ചേരുന്നത്. നമ്മുടെ സമരസമിതിയുടെ ബഹുമാനായ ശ്രീ EJ ജോസഫ് സാറ് ദർശന ഫിലിം സൊസൈറ്റിയുടെ ബഹുമാനായ ചെയർമാൻ എത്തിയിട്ടുണ്ട്. സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ എല്ലാവർക്കും വളരെ പ്രതീക്ഷ നൽകിക്കൊണ്ടാണ് ബഹുമാനപ്പെട്ട ശ്രീ സോഹൻ റോയ് സാറ് ഈ ഡോക്യുമെന്ററി നിർമ്മിച്ചിരിക്കുന്നത്. അതിന്റെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ അതൊരു വലിയ സിനിമയായി, ഈ ലോകം കണ്ട വലിയൊരു സിനിമയായി മാറും എന്ന് ഞങ്ങൾ പ്രത്യാശിക്കുകയാണ്. അതിനു വേണ്ടുന്ന എല്ലാവിധ അനുഗ്രഹവും ജഗദീശ്വരൻ അദ്ദേഹത്തിന് നൽകട്ടെ എന്ന് ഈ അവസരത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. വളരെ കാലഘട്ടങ്ങൾക്ക് മുമ്പ് ആരംഭിച്ച ഈ സമരം നാൾവഴികളിൽ കടന്നു പോകുമ്പോൾ ഒട്ടനവധി സംഘടനകൾ ഈ സമരത്തിന്റെ ഭാഗമായി ഇവിടെ എത്തിയിട്ടുണ്ട്. കേരളത്തിനകത്തും പുറത്തുനിന്നും വിദേശത്തു നിന്ന് പോലുമുള്ള ആൾക്കാർ ഈ സമരത്തിന്റെ ഭാഗമായിട്ടുണ്ട്. എന്നാൽ ലോക മനസാക്ഷിക്ക് മുമ്പിൽ എത്തിക്കുന്ന ഒരു ദൃശ്യമാധ്യമ രംഗത്തു കൂടി അത് ലോക മനസാക്ഷിയുടെ മുന്നിൽ എത്തിക്കുവാൻ ബഹുമാനപ്പെട്ട ശ്രീ സോഹൻ റോയ് സാർ ഇപ്പോൾ കാണിച്ചിരിക്കുന്ന ഈ മനോഭാവം, ഈ തന്റെ ഇടം എന്തുകൊണ്ടും തീരദേശവാസികൾക്ക് ആശങ്കയ്ക്ക് വക നൽകുന്നു എന്നുള്ള കാര്യം ഞങ്ങൾ വിശ്വസിക്കുകയാണ്. ഞങ്ങൾക്ക് സന്തോഷം നൽകിക്കൊണ്ട് ഇന്ന് ഇവിടെ ഈ പ്രദർശനത്തിനെത്തിയ, ഈ പരിപാടികൾക്ക് ചുക്കാൻ പിടിക്കുവാൻ ഇവിടെ എത്തിയ സോഹൻ റോയ് സാറിനോടുള്ള നന്ദിയും സ്നേഹവും കടപ്പാടും ഒരിക്കൽ കൂടി ഈ തീരദേശവാസികൾക്ക് വേണ്ടി അറിയിച്ചുകൊണ്ട് നമുക്ക് എല്ലാവർക്കും ഈ പ്രദർശനത്തിന്റെ ഭാഗമാകുക എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് എല്ലാവിധ ഭാവങ്ങളും നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം ചെയ്യുക. അടുത്ത അനുമോദന പ്രസംഗത്തിനായി ദർശന സാംസ്കാരിക വേദിയുടെ പ്രസിഡന്റ് ശ്രീ EJ ജോസഫിനെ ക്ഷണിച്ചുകൊള്ളുന്നു. ഈ വേദിയിലുള്ള ബഹുമാന്യരെ, സ്നേഹിതരെ, കഴിഞ്ഞ 4 വർഷക്കാലമായി ഇവിടെ നടന്നു വരുന്ന സമരത്തിന് ശക്തി പകർന്നുകൊണ്ട് വളരെ ശ്രദ്ധേയമായൊരു ഡോക്യുമെന്ററി കഴിഞ്ഞ വർഷം ഉണ്ടായ വിവരം ഒരുപക്ഷെ ഈ പ്രദേശത്തുള്ള ആളുകൾക്ക് വളരെ വൈകിയായിരിക്കാം അറിഞ്ഞിരിക്കുന്നത്. ഡാം 999 എന്ന ചിത്രത്തിൻ്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഉള്ള പ്രവർത്തനത്തിനിടയിൽ മുല്ലപ്പെരിയാർ പ്രശ്നത്തിൻ്റെ രൂക്ഷത മനസ്സിലാക്കി അതിൻ്റെ എല്ലാ സമഗ്രതയും ചിത്രീകരിച്ച ഒരു ഹ്രസ്വ ഡോക്യുമെൻ്ററിയാണ് ശ്രീ സോഹൻ റോയിയുടെ ഡാംസ് ദ ലീതൽ വാട്ടർ ബോംബ്. ഞാൻ ആ ഡോക്യുമെൻ്ററി കഴിഞ്ഞ മെയ് മാസത്തിൽ തിരുവനന്തപുരത്ത് നടന്ന സയൻസ് ഫെസ്റ്റിവലിൽ വെച്ചാണ് ആദ്യം കണ്ടത്. അതിനുശേഷം ഞാൻ തന്നെ അതിന് ഞങ്ങളുടെ ഫെഡറേഷൻ്റെ ഓഫീസിൽ നിന്ന് അതിൻ്റെ CD കളക്ട് ചെയ്ത് കട്ടപ്പനയിലും നെടുങ്കണ്ടത്തും MES കോളേജിലുമൊക്കെ ചില പ്രദർശനങ്ങൾ നടത്തുകയും കോതമംഗലം അടക്കമുള്ള സ്ഥലങ്ങളിൽ അതിൻ്റെ CD എത്തിച്ചു കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. ഡോക്യുമെൻ്ററി എന്ന് പറഞ്ഞാൽ യാഥാർത്ഥ്യം എന്നാണ് അർത്ഥം. ഡോക്യുമെൻ്ററിയുടെ ആദ്യകാലത്തെ പേര് തന്നെ സിനിമ വെരീത്ത് എന്നായിരുന്നു, സിനിമ യാഥാർത്ഥ്യം. കഥാസിനിമയിൽ അല്പസ്വല്പവും കള്ളവും കൃത്രിമവും ഒക്കെ ആകാമെങ്കിലും ഡോക്യുമെൻ്ററി കാലത്തിൻ്റെ നേർപകർപ്പാണ്. അതിൽ സത്യം മാത്രമേ ഉള്ളൂ. ഡോക്യുമെൻ്ററിയിൽ അസത്യം കലർത്തിയാൽ അത് ഡോക്യുമെൻ്ററി അല്ലാതാവും. അതുകൊണ്ട് തന്നെ സോഹൻ റോയ് എടുത്തിരിക്കുന്ന ഈ സിനിമ, അതുപോലെ തന്നെ നമ്മുടെ പ്രിയപ്പെട്ട ബോബിനുമൊക്കെ എടുത്തിരിക്കുന്ന സിനിമയും സത്യത്തിൻ്റെ നേർപകർപ്പാണ്. ബോബൻ്റെയൊക്കെ സിനിമയെ അപേക്ഷിച്ച് സോഹൻ റോയിയുടെ സിനിമയ്ക്കുള്ള പ്രത്യേകത അതിൻ്റെ ടെക്നിക്കലായ പരിപൂർണതയാണ്. ഒരു ഡോക്യുമെൻ്ററി സിനിമയ്ക്ക് അത്യാവശ്യം വേണ്ട എല്ലാ സാങ്കേതിക പൂർണ്ണതയും കൈവരിച്ച ഒരു ചിത്രമാണത്. ആ 18 മിനിറ്റ് മാത്രമേ ആ സിനിമയുള്ളൂ. ഈ 18 മിനിറ്റ് കൊണ്ട് മുല്ലപ്പെരിയാർ എന്ന വാട്ടർ ബോംബിൻ്റെ ഭീകരത ലോകത്തെ കാണിക്കുവാൻ പര്യാപ്തമായ ഡോക്യുമെൻ്ററിയാണത്. യഥാർത്ഥത്തിൽ ആ സിനിമ ഉന്നതാധികാര സമിതിക്ക് മുമ്പിൽ ഒരു രേഖയായി വരേണ്ടതായിരുന്നു എന്നാണ് എൻ്റെ അഭിപ്രായം. അത്രമാത്രം ആധികാരികതയും സമഗ്രതയും ഉണ്ട് ആ ഡോക്യുമെൻ്ററിക്ക്. ഇന്ത്യ ഗവൺമെൻറ്റിന് മുമ്പിൽ പെരിയാർ തീരവാസികളുടെ വാദമുഖമായി അവതരിപ്പിക്കാൻ ശേഷിയുള്ള
ഒരു ഡോക്യുമെൻ്ററിയാണ്. നിങ്ങൾക്കത് കാണുമ്പോൾ അറിയാം. 18 മിനിറ്റിൽ അത്ര സമഗ്രമായി ഒരു പ്രബന്ധത്തിൻ്റെ ആധികാരികതയോടെ തയ്യാറാക്കിയ ഒരു ഡോക്യുമെൻ്ററിയാണ്. പക്ഷേ ആ നിലയിൽ അത് ചർച്ച ചെയ്യപ്പെട്ടിട്ടില്ല എന്നുള്ളത് ദുഃഖകരമായ ഒരു വസ്തുതയും. അതോടൊപ്പം ഈ സിനിമ യഥാർത്ഥത്തിൽ കാണേണ്ടത് ഡോക്യുമെൻ്ററി നമ്മളല്ല, തമിഴ്നാട് ഗവൺമെൻറ്റാണ്. തമിഴ്നാട്ടിൽ കിടന്ന് ചാടുന്ന വൈക്കോയെ പോലെയുള്ള മഹാനേതാക്കന്മാരും അവിടുത്തെ ഭരണാധികാരികളുമാണ് ആ സിനിമ അത് കാണുന്നത്. ആ ഡോക്യുമെൻ്ററിയിൽ ഒരു മാനവിക വിഷയമാണ് അതിലൂടെ ഉയർത്തിയിരിക്കുന്നത്. പക്ഷേ ആ തലത്തിലും അതിന് മതിയായ ഒരു പ്രാധാന്യവും പ്രചാരവും ലഭിച്ചിട്ടുണ്ടോ എന്നെനിക്ക് സംശയമാണ്. കേരളത്തിലെ ഫിലിം സൊസൈറ്റി പ്രസ്ഥാനം അതിന് കുറേ പ്രാധാന്യവും പ്രചാരവും നൽകിയതിൻ്റെ ഫലമായാണ് മലപ്പുറത്തും അടക്കമുള്ള കോതമംഗലം അടക്കമുള്ള കട്ടപ്പന അടക്കമുള്ള സ്ഥലങ്ങളിൽ അതിൻ്റെ പ്രദർശനം നടന്നത്. പക്ഷേ ലോകവ്യാപകമായി ശ്രദ്ധ നേടാവുന്ന ഒരു ഡോക്യുമെൻ്ററിയാണത്. പ്രത്യേകിച്ച് ഇത്ര സജീവമായ ഒരു വിഷയമായി ഇതിവിടെ നിലനിൽക്കുമ്പോൾ ഒരു കാര്യത്തിൽ നമുക്ക് സന്തോഷിക്കാം. 3-4 വർഷമായി ഇവിടെ നടന്നു വരുന്ന സമരപ്രവർത്തനങ്ങൾക്ക് മാധ്യമങ്ങളിൽ നിന്നൊക്കെ ലഭിച്ച പിന്തുണ വളരെയേറെ ലഭിച്ചിട്ടുണ്ടെങ്കിലും ഒരു കലാമേഖലയിൽ നിന്ന് ലഭിച്ച ഏറ്റവും സമഗ്രമായ ഏറ്റവും ഫലവത്തായ പിന്തുണയാണ് ആ ഡോക്യുമെൻ്ററി. അതുകൊണ്ട് തന്നെ പെരിയാർ തീരദേശവാസികൾ സോഹൻ റോയിയോട് അക്കാര്യത്തിൽ കടപ്പെട്ടിരിക്കുന്നു. പെരിയാർ തീരം അനുഭവിക്കുന്ന നെഞ്ചിടിപ്പിൻ്റെ എല്ലാ മുഴക്കവും ലോകത്തെ അറിയിക്കാൻ പര്യാപ്തമായ ആ ഡോക്യുമെൻ്ററി സൃഷ്ടിച്ച സോഹൻ റോയിക്ക് എല്ലാവിധ വിജയാശംസകളും നേരുന്നു. തുടർന്നുള്ള അദ്ദേഹത്തിൻ്റെ ചലച്ചിത്ര പ്രവർത്തനങ്ങൾക്ക് ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം അടുത്ത സിനിമയുടെ പ്രവർത്തനത്തിലാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. എല്ലാ വിജയാശംസകളും നേർന്നുകൊണ്ട് പെരിയാർ തീരദേശവാസികൾക്ക് മനസ്സിന് കുളിർമയേകുന്ന ഒരാശ്വാസം പകരുന്ന ഈ ഡോക്യുമെൻ്ററിയുടെ നിർമ്മാണത്തിന് ക്ലേശങ്ങൾ സഹിച്ച് മുന്നോട്ട് വന്ന അദ്ദേഹത്തിന് എല്ലാവിധ അനുമോദനങ്ങളും നേർന്നുകൊണ്ടും ഞാൻ എൻ്റെ ചെറിയ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നമസ്കാരം. ഞങ്ങളുടെ ഒരു സജീവ പ്രവർത്തകന് കൂടി 2 വാക്ക് പറയും. ശ്രീ ജോൺസനെ ക്ഷണിച്ചുകൊള്ളുന്നു. ബഹുമാന്യ അധ്യക്ഷൻ പ്രൊഫസർ CP റോയ് സാറ്, ബഹുമാന്യ നമ്മുടെ ഈ സമരപ്പന്തലിൽ നിന്ന് എത്തിയിരിക്കുന്ന നമ്മുടെ വിശിഷ്ട അതിഥി ശ്രീ സോഹൻ റോയ് സാർ, ഫാദർ ജോയ് നിരപ്പലച്ചൻ, ശ്രീ MC ബോബൻ, ഷാജി P ജോസഫ്, PD ജോസഫ്, ദർശനയുടെ ജോസഫ് സാറ്, മറ്റ് വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, സ്നേഹം നിറഞ്ഞ നാട്ടുകാരെ, സുഹൃത്തുക്കളെ, എല്ലാവരും ശ്രീ സോഹൻ റോയ് സാറിൻ്റെ 2 വാക്കുകൾ കേൾക്കാൻ വേണ്ടിയിട്ട് ആകാംക്ഷയോടുകൂടി നിൽക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് ഞാനും കൂടെ ഒരു പ്രസംഗത്തിന് തയ്യാറാകുന്നില്ല. ഡാമുകളെ മാത്രം ബേസ് ചെയ്തുകൊണ്ട് ശ്രീ സോഹൻ റോയ് സാറ് ഒരു ഡോക്യുമെൻ്ററി തയ്യാറാക്കി കഴിഞ്ഞു. ഇപ്പോൾ ഒരു ഇന്റർനാഷണൽ ചലച്ചിത്രത്തിൻ്റെ നിർമ്മാണത്തിലാണ്. അതിനുവേണ്ടി മനസ്സ് കാണിച്ച ശ്രീ സോഹൻ റോയ് സാറിന് മുല്ലപ്പെരിയാർ സമരസമിതിയുടെ പേരിൽ എല്ലാവിധ അനുമോദനങ്ങളും മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നമ്മൾ വളരെ പ്രതീക്ഷയോടെ ശ്രീ സോഹൻ റോയിയുടെ അനുഭവങ്ങളും അദ്ദേഹത്തിൻ്റെ മറുപടിയും കേൾക്കാനാണ് നമ്മൾ നിൽക്കുന്നത്. മറുപടി പ്രസംഗത്തിനായി ശ്രീ സോഹൻ റോയിയെ ക്ഷണിച്ചുകൊള്ളുന്നു. വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, ഈ മുല്ലപ്പെരിയാർ സമരസമിതി അംഗങ്ങളെ, നല്ലവരായ നാട്ടുകാരെ, ആദ്യമായി എനിക്ക് നൽകിയ ഈ ഊഷ്മളമായ സ്വീകരണത്തിന് നന്ദി.